Hello friends, welcome to my channel Seetha's Kitchen. This video is sponsored by EduQuest. Friend, നിങ്ങൾക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷൻ ഇതിൽ കാണിക്കുന്ന എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് പോയിട്ട് ചേരാവുന്നതാണ്. അതിൻ്റെ വീഡിയോൻ്റെ വിശദാംശം കുറച്ച് സമയം നോക്കാം. The struggle to find courses that truly speak your language, it's finally over. Welcome to EduQuest, where learning is made just for you. At EduQuest, we bring you a wide range of online courses, from career building programs to skill boosting masterclasses, all in your regional language. Because we believe language should never be a barrier to success. Our courses are tailor made after understanding what today's learners really need. So why wait? Start learning the smarter, simpler way only with EduQuest. Visit eduquest.courses and explore your next course today. And hey, don't miss out on our exciting offers and promotions. ഇനി എൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കറീൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു ചപ്പാത്തി പോലെ പരത്തിയിട്ട് അതിലേക്ക് പെട്ടെന്ന് നമുക്ക് ഇറച്ചി മിക്സ് ആക്കിയിട്ട് വെക്കുന്നത് പോലെ തന്നെ മുട്ട അത് നമുക്ക് നല്ല വൃത്തിക്ക് ഒന്ന് ഉടച്ച് വറവ് പോലെ ആക്കിയിട്ട് അതിൽ വെച്ചിട്ട് ചപ്പാത്തി പോലെ അട പോലെ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പെരിഞ്ചീരകം, അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ അത് അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്കതെല്ലാം ഒന്ന് എണ്ണയിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലോണം വഴറ്റിയെടുത്തിട്ട് നല്ലോണം പറഞ്ഞ ബ്രൗൺ കളറൊന്നും ആവണ്ട, അത്യാവശ്യം ഒന്ന് ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് വെന്തിരിക്കണം, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിരിക്കണം അങ്ങനെ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ ചിക്കനും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടുത്തെ മുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് അത് നല്ലോണം കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് കുറച്ച് ഇതായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. ഗരം മസാലയും ചിക്കൻ മസാലയും കുറച്ച് ഓരോന്നുള്ളു കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം, ഉപ്പും ചേർക്കാം. നല്ലോണം മിക്സാക്കി അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇച്ചിരി മല്ലിയില വെച്ചിട്ടുണ്ടായിന് അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ചിക്കനും വേണമെങ്കിൽ ഇടാം. ചിക്കൻ റോള് നമ്മൾ ആക്കൂലേ അതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് അതിലേക്ക് ചിക്കൻ റോളാക്കാം നമുക്ക്. ഇപ്പം ഞാൻ മുട്ട ഇതാക്കിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചത് നല്ലോണം വറുത്ത് നല്ല ഇങ്ങനെ വെതറിയിരിക്കുന്നത് പോലെ ആക്കിയിട്ട് അത് ചപ്പാത്തി മാവ് കുഴച്ചിട്ട് അത് പരത്തി അതിലേക്കാണ് ഞാനിത് ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ട് നല്ലോണം മടക്കിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ചുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എണ്ണ പൊരിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. നോൺ സ്റ്റിക്കിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് അതിലേക്ക് ഇത് മടക്കി അട പോലെ മടക്കി വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് എളുപ്പപ്പണിയുമായി. അതിന് വേണ്ടി വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആക്കി കൊടുത്താൽ ചൂടോടെ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നമുക്കായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഈസി മെത്തേഡാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊരിച്ചെടുക്കുകയും ചെയ്യാം. നമ്മൾ ചിക്കൻ റോള് പോലെ ചുരുട്ടിയിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എണ്ണ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് അങ്ങോട്ട് എല്ലായിടത്തും ആവുന്നത് പോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പരത്തി വെച്ച് ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി അതിലേക്ക് വെക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പേരിട്ടത് ചുട്ടെടുക്കുന്നതാണ്. കനലിൽ വെച്ചിട്ടല്ല, ഇങ്ങനെ എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുന്നേക്കാളും ഇങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ആക്കിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കനും നമുക്ക് അതിലേക്ക് ആഡാക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ കൂടി പറയുന്നു, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്